നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണാം. ഞങ്ങൾ ചിക്കൻ പുറത്ത് അടുപ്പിലാണ് വെക്കുക, അതായത് വിറകടുപ്പിൽ. ഇപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിൽ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി വരിക. എൻ്റെ വിറകടുപ്പ് കാരണം തീ നന്നായി കത്തുന്നതിന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അളവ് നിങ്ങളുടെയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇടാറ്. മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അത് അവിടെ ഉള്ള കാരണം ഇട്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാല ഇട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഗരം മസാല ഇടാറ്, അവിടെ ചിക്കൻ മസാല ഉള്ള കാരണം ഞാൻ ചിക്കൻ മസാല ഇട്ട്. തീക്ക് നന്നായി കത്തുന്നുണ്ട്, അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി ഇങ്ങനെ വെറ്റായി വരാൻ സമയം എടുക്കണമായിരുന്നു, പെട്ടെന്ന് തന്നെ തീ കത്തണ കാരണം വെറ്റാവാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മൂടി വെച്ചിട്ടാണ് അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തത്. അപ്പോഴേക്കും ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഞാൻ അതിലേക്ക് ഇട്ടു. ചിക്കനിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തുണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ കഴുകിയത് അങ്ങനെ തന്നെ ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പിട്ടിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കുക ചെയ്ത്. ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനായിട്ട് തൈര് ഒഴിക്കണം എന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ ഓർമ്മിപ്പിച്ചത്. തൈര് ഒഴിച്ച് പുതിനയിൽ ഇട്ടുണ്ടായിരുന്നുണ്ട് ലാസ്റ്റ്. അപ്പോഴേക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ റെഡി ആക്കി ചിക്കൻ അടുപ്പിൽ നിന്ന് ഇറക്കി. പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണിക്ക് ക്യാരറ്റ്, സവോള, പുതിനയില, മല്ലിയില എല്ലാം ഉണ്ടായിരുന്നില്ല, അതാണ് ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ പട്ട, ഗ്രാമ്പു, മസാലക്കൂട്ട്, ഡാൽഡ, നെയ്യ്, ഇത്ര സാധനങ്ങളായിരുന്നു ബിരിയാണിക്ക് വേണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാനവിടെ ഇഡ്ഡലി പാത്രം ഇല്ലേ, അതിൻ്റെ ഇതിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അടി കെട്ടിയുള്ള പാത്രം വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഡാൽഡ ഒഴിച്ച് ഉരുകി വന്നപ്പോൾ നെയ്യ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് മസാലയും സവോളയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഞാൻ സാധാരണ ഇടാറുണ്ട് ബിരിയാണിയിൽ. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ബിരിയാണി നിങ്ങളുടെ നെയ്ച്ചോറാവും. അതിലേക്ക് പട്ടയുടെ ഇലയും പിന്നെ പുതിനയിലയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി വഴറ്റി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അളന്നിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഒരു ഗ്ലാസ്, അരി എടുത്ത ഗ്ലാസ്സിൽ നിന്നിട്ട് അളന്നിട്ട്. ഉപ്പ് വെള്ളത്തിനായിട്ടും അതായത് കൂടുതലായിട്ട് നിൽക്കണം, എന്നാലാണ് അരിയിൽ പിടിക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളവും ഉപ്പും സെയിം ആവണ സമയത്തും സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കും കേട്ടോ. ഞാനപ്പോൾ അതിലേക്ക് സവോള വറുത്തതും മുന്തിരി വറുത്തതൊക്കെ അതിലേക്ക് അപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട്. ഇത് ഞാൻ മിക്സ് ആക്കൊന്നുണ്ടായിരുന്നില്ല, കാരണം അച്ഛനത് മിക്സ് ആക്കിയത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ബിരിയാണി ഉണ്ടാക്കി സാലഡും കൂട്ടിയിട്ട്, അതായത് നമ്മുടെ കച്ചമ്പറ് സർലാസും കൂട്ടിയിട്ട് കഴിക്കുക. കുഞ്ഞിനും ഇഷ്ടമായിട്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളൂ. ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ.